നമസ്കാരം. മലയാള ഭാഷയും അതിൽ അടങ്ങിയിരിക്കുന്ന സംസ്കാരവും സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ എത്തിക്കുവാൻ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സമൂഹത്തിൻ്റെ നാനാ കോണുകളിലും എത്തിക്കുന്ന മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹത്തായ മലയാള സംസ്കൃതിയിൽ അധിഷ്ഠിതമായ നമ്മുടെ ജീവിത സമ്പ്രദായം കേരളത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതചര്യയിൽ കൂടി നാം ഇന്ന് 60ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളപ്പിറവിയിൽ. ആയതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ പ്രസക്തി വളരെ വലുതാണ്. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് നമ്മൾ യാന്ത്രികതയുടെ അംശത്തിൽ വരുമ്പോൾ തന്നെയും നമ്മൾക്ക് പ്രത്യേകിച്ച് ഭാഷയിൽ അധിഷ്ഠിതമായ സംസ്കൃതിയിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ, അതിലെ അക്ഷരങ്ങൾ, വ്യാകരണ സിദ്ധാന്തം, അതിൻ്റെ പ്രായോഗിക തലം, അതിൻ്റെ നാട്ടറിവുകൾ, ഇതെല്ലാം നമ്മൾ ഒരു വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഈ പഠനത്തിൽ നിന്ന് ഒരു കേരളത്തിൻ്റെ ഒരു അറിവുകൾ, നൈർമല്യമായ അറിവിൻ്റെ പരിവേഷം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി ആ ഒരു വികാരം ജീവിതചര്യയായി മാറ്റി മനസ്സിൻ്റെ ഉൾത്തടങ്ങളിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി നാം മാറിയെങ്കിൽ തീർച്ചയായിട്ടും മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു ചിന്തനം എപ്പോഴും മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമായി മാറുന്ന ഈ ഭാഷയുടെ സംസ്കാരം, അതിൻ്റെ നാട്ടറിവുകൾ, കഥകൾ, കവിതകൾ എന്തുമായിക്കോട്ടെ, അതൊരു ഭാഗമായി തീരുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമായി മാറും. ആയതുകൊണ്ട് തന്നെ ഈ മലയാളം എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മലയുടെ അടുത്ത് കിടക്കുന്ന ദേശം, മലയാളം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയേ തീരൂ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഭാഷയുടെ മഹാത്മ്യം നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പ്രായോഗിക തലം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇതിൻ്റെ സത്ത മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് ഈ കാര്യപരിപാടിയിലേക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി എൻ്റെ പേര് ഹർഷ പ്രദീപ്. എൻ്റെ പേര് അമൃത അനിത. എൻ്റെ പേര് ഗൗരി ജി നായർ. എൻ്റെ പേര് ശ്രേയ ശശീന്ദ്രൻ. ശരി. ഭാഷയുടെ സൗകുമാര്യം നമുക്കെല്ലാം അറിയാം. ഭാഷയുടെ സൗകുമാര്യം നാം അറിയുമ്പോൾ തന്നെയും ഭാഷയിലുള്ള അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അറിവ് നമ്മൾ സമ്പാദിക്കുമ്പോൾ, ഓരോ അറിവ് നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്, ഒരു ജീവിതക്രമമായി മാറുകയാണ്. അമ്മയുടെ സ്നേഹം പോലെ, പരിലാളനം പോലെ, അമ്മയുടെ തലോടൽ ഏറ്റവും മഹത്തായ ഒരു ചിന്തയാണ്, ഒരു കർമ്മമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയേ തീരൂ. അങ്ങനെയുള്ള പല അറിവുകൾ ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഈ അറിവിൻ്റെ ഒരു ശ്രേണി നമുക്ക് അടിസ്ഥാനപരമായി കവിതകളിൽ കൂടി, അതിൽ അടങ്ങിയിരിക്കുന്ന നിത്യമായി നാം ഉപയോഗിക്കുന്ന ആ വ്യാകരണ സിദ്ധാന്തവും പദങ്ങളും വർണ്ണങ്ങളും എന്തുമായിക്കോട്ടെ, അതിൻ്റെ എല്ലാം അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങളിൽ കൂടിയും കടന്നു പോകാം. നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും, കവികളെക്കുറിച്ച് അറിയാം അല്ലേ, പലതരം. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദിച്ചോളൂ. മാഷേ, ഈ കവിത്രയം എന്നാൽ എന്താ? പിന്നെ അവരാരൊക്കെയാണ്? കവിത്രയം എന്ന് പറയുന്നത് 3 കവികളെ പറ്റി പറയുന്നത് ആണ് കവിത്രയം. ത്രയം എന്നാൽ 3 എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം ത്രയം. 3 കവികൾ എന്നാണ് കവിത്രയം എന്ന ആ പദത്തിൻ്റെ അർത്ഥം. ത്രയം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ത്രയം 3, കവിയെപ്പറ്റി നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രാചീന കവിത്രയമുണ്ട്. പ്രാചീന കവിത്രയം നമുക്കറിയാം. ആരൊക്കെയാണ്? ആ പ്രാചീന കവിത്രയം ശരിക്കും ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. പിന്നെ ആരാണ്? ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. ഒരാളുണ്ടല്ലോ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാത ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയങ്ങളാണ് ഇവർ 3 പേരും. ആധുനിക കവിത്രയം ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പ്രത്യേകിച്ച് ഈ കവികൾ നമുക്ക് മലയാള ഭാഷയ്ക്ക് തന്ന സംഭാവനകൾ വളരെ വലുതാണ്. ആശാനെ പറ്റി അറിയാം, നമുക്ക് കുമാരനാശാനെ പറ്റി അറിയാം. ശരിക്കും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായും പ്രകൃതിയെ സ്നേഹിച്ചും ഭാഷയുടെ പാണ്ഡിത്യം കൊണ്ടും മഹനീയമായ വ്യക്തിയാണ്. ഉള്ളൂരിനെ പറ്റി അറിയാം. മഹത്തായ കൃതികൾ അദ്ദേഹം തന്ന നമുക്ക് കൃതികൾ, പ്രകൃതിയിൽ അധിഷ്ഠിതമായ ആ സത്ത കവിതയിൽ കൂടി തുളുമ്പി സമൂഹത്തിൻ്റെ മുന്നിലെത്തിച്ച ഉള്ളൂർ എന്ന മഹാകവി, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഒരാളുണ്ടല്ലോ, ആരാണ്? ഉള്ളൂർ വള്ളത്തോൾ. ആശാൻ
ഉള്ളൂർ, ഉള്ളൂർ, വള്ളത്തോൾ. ഈ 3 കവികൾ നമുക്ക് പ്രത്യേകിച്ച് മലയാള ഭാഷയ്ക്ക് തന്ന സംഭാവനകൾ വളരെ വലുതാണ്. ആയതുകൊണ്ട് തന്നെ ഇവരുടെ കവിതകളുടെ ദർശനം നമ്മളുടെ ഉള്ളിലേക്ക് ഒരു മാതൃകത്വത്തിൻ്റെ ഒരു രൂപമായി, മാതൃത്വത്തിൻ്റെ ഒരു ഭാവമായി സ്പർശിക്കുകയാണെങ്കിൽ ഭാഷയുടെ ചൈതന്യം വളരെ വലുതാവും. അതുകൊണ്ടാണ് എന്നും പറയുന്നത് ഭാഷ പഠിക്കണം, മലയാള ഭാഷ പഠിക്കണം. മറ്റെല്ലാ ഭാഷയും സ്നേഹിക്കുന്നത് പോലെ, മറ്റെല്ലാ ഭാഷയും അംഗീകരിക്കുന്ന പോലെ, അമ്മയുടെ സ്നേഹം പോലെ, അമ്മയുടെ പരിലാളനം പോലെ ഈ ഭാഷയും സ്നേഹിക്കേണ്ടത് നമ്മൾ നിത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലെ അറിവുകൾ പഠിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. ആയതുകൊണ്ട് നമുക്ക് മഹത്തായ ഒരു കൃതിയിലേക്ക് നമുക്ക് പോകാം. ഏതാണത് കൃതി? ഏതൊരു കൃതിയാണ് ചൊല്ലാൻ പോകുന്നത്? മിണ്ടിത്തുടങ്ങാൻ എന്ന മഹത്തായ കൃതി നാം മലയാളത്തിൻ്റെ പൂർണ്ണമായ ഒരു ആവിഷ്കാരത്തിലേക്ക്, അമ്മയുടെ സ്നേഹം പോലെ, അമ്മയുടെ പരിലാളനം പോലെ. എന്താണ് ഭാഷ? ഭാഷയിൽ അധിഷ്ഠിതമായ സ്നേഹം എന്താണ്? ഇത് കൊടുക്കുന്ന ആ കവിത നമുക്ക് കേൾക്കാം. ചൊല്ലി. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ് പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തത്താരിൽ. അന്യബിന്ദുക്കളു തൽബഹിർഭാഗമേ ഭിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതി പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവേഹീനയ്യാർ പറയും. കൊണ്ടാടി നാന വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കാകിൽ. കേരളത്തിൻ നീരുൾ കൊണ്ടിൽ നിന്നൊന്നു കേരാൻ പിടിക്കയറെന്തു വേറെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പേറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അതെ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ തൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മയുടെ സ്നേഹം പോലെ, പരിലാളനം പോലെ കിട്ടുന്ന ഈ ഭാഷയുടെ സൗകുമാര്യം, അമ്മയുടെ തലോടൽ പോലെ ആ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ജീവിതം ധന്യമാകുന്നില്ല എന്നാണ് കവി ഇവിടെ വാദിക്കുന്നത്. എന്തെന്നാൽ അമ്മയുടെ പരിലാളനം പോലെ, അമ്മയൊന്ന് തലോടുമ്പോൾ, അമ്മയുടെ സ്നേഹസ്പർശനം തരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ആനന്ദം എന്താണ്, ഒരു ആത്മവിശ്വാസം എന്താണ്, അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഭാഷയുടെ ഒരു സൗകുമാര്യം, ഭാഷയുടെ അർത്ഥതലങ്ങൾ. മലയാള ഭാഷ നമ്മൾ മറ്റെല്ലാ ഭാഷകളും പഠിക്കണം, തർക്കമില്ല. മറ്റെല്ലാ ഭാഷയും സ്നേഹിക്കണം, തർക്കമില്ല. മറ്റെല്ലാ ഭാഷയും അംഗീകരിക്കുകയും പഠിക്കുകയും സ്നേഹിക്കുകയും പോലെ തന്നെ നമ്മളുടെ മാതൃഭാഷയുടെ പരിലാളനം നമ്മളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ശക്തമായി ഉണ്ടെങ്കിൽ മാത്രമേ
ഒരു വ്യക്തി പൂർണ്ണമായി മുന്നോട്ട് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ ഒരു ശക്തി നമ്മുടെ മനതാരിൽ എപ്പോഴും ഉണ്ടാകാൻ നമ്മൾ പ്രയത്നിക്കണം. അതാണ് മലയാള ഭാഷയുടെ ഒരു ആപ്തമായ ചിന്ത മഹാകവി വള്ളത്തോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രേയ ഇത് വളരെ നന്നായി ഇവിടെ അവതരിപ്പിച്ചു. ഈ ഒരു ഭാഷയുടെ ആന്തരികമായ അർത്ഥതലങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ കേൾക്കുന്ന എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് മാതൃഭാഷയുടെ ഈ സൗകുമാര്യം ഉള്ളിൽ തട്ടി ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഈ സമയത്ത് പറഞ്ഞുകൊള്ളുന്നു. ശരി, ഇതുപോലെ തന്നെയാണ് മഹാകവി പ്രശസ്തമായ പ്രസിദ്ധനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നിങ്ങളെല്ലാം കേട്ട് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാളത്തിൻ്റെ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ചിന്തയിൽ ആർജിച്ചെടുത്ത ഒരു കവിത്വ ദർശനം. അവിടെ മലയാളത്തിൻ്റെ സൗകുമാര്യമുണ്ട്, മലയാളത്തിൻ്റെ ഒരു പൂർണ്ണത അതിലുണ്ട്. പ്രകൃതി സമ്പത്ത് അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു. പ്രകൃതി എന്താണെന്ന് തൻ്റെ കവിതകളിൽ കൂടി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. വളരെ കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ഒരു കുട്ടിയും പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, കേട്ടിട്ടില്ല കവിത. അതൊക്കെ ആരെഴുതിയത്? മഹാകവി ഉള്ളൂരാണ്. ബാലമനസ്സുകളിൽ ശരിയായ രീതിയിൽ അദ്ദേഹം കൊടുത്ത ആ ചിന്തനം, ആ ഒരു ലാളിത്യം, നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ലാളിത്യം വരും. ആ ഒരു ലാളിത്യത്തിൻ്റെ പ്രചോദനമാണ് മഹാകവി ഉള്ളൂരിവിടെ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് പ്രേമസംഗീതം. നിങ്ങൾ കേട്ട് കാണും പ്രേമസംഗീതം. അപ്പം പ്രേമസംഗീതത്തിൻ്റെ കുറേ ഈരടികൾ ഹർഷ ഇവിടെ അവതരിപ്പിക്കുന്നു. ഹർഷ പ്രേമസംഗീതത്തിൻ്റെ ആ ഭാവതലങ്ങൾ നന്നായി എടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് കവിത നമുക്ക് കേൾക്കാം. ഒരൊറ്റ മതമുണ്ടുലകൻ ഉയരാം പ്രേമമതാണല്ലോ പരക്കി നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം ഭക്ത്യനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു അതിനൊരറിയാം നാസ്തിക്യം തൻ ദ്വേഷം ലോകത്തിൻ നഹൂതമസ്സ മതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയാൻ മടുമലർവാടിക മരുപരമ്പാൻ വാനം നാരകമായി പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സർദകമായി ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോതസുഖം നൽകൂ പരാദസംഖ്യം പരമാനുഗണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലീ സകലം ചരാചര ഗ്രാമം പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ പെരുത്തും തമ്മൽ പ്രത്യുക്തേജോ വായ്വാകാശങ്ങൾ പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിഴേപ്പു സംഹൃതിയിൽ വിരിഞ്ഞു നിൽപ്പൊരു സുമമലിയേത്തൻ വിശിഷ്ടഗന്ധത്താ വിവിക്ത വിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ. മനോഹരമായ ആലാപനത്തിൽ കൂടി ഒരൊറ്റ മതമുണ്ടുലകിൽ അതെന്താണ് പ്രേമം? സ്നേഹത്തിന് അതീതമായ വേറൊരു സങ്കല്പം ലോകത്തിൽ എന്തുണ്ട്?
പ്രേമം എന്നുള്ള മനുഷ്യനെ സ്നേഹിക്കുക, ലോകത്തിന്റെ ദർശനം കൊടുക്കുന്ന മഹത്തായ മലയാളത്തിന്റെ സാംസ്കാരിക പൈതൃകം, അതിൽ അടങ്ങിയിരിക്കുന്ന സത്ത മഹാകവി ഉള്ളൂർ ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ലോകദർശനം, അതാണ് മലയാളത്തിന്റെ ഒരു പരിപൂർണത. കേരളത്തിൽ ഇപ്പം നമ്മൾ 60 വർഷമായി കേരളം എടുത്തിട്ട് ഇത്രയും കാലയളവിൽ പൗരാണികവുമായും അതിനുശേഷം വന്ന മഹത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ മഹത്തുക്കൾ നമുക്ക് തന്ന ദർശനം ചെറുതൊന്നുമല്ല. ഇവിടെ സ്നേഹമാണ് വന്നിരിക്കുന്നത്. ലോകത്തിന് കൊടുക്കുന്ന ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് മഹാകവി ഉള്ളൂരോട് ചെയ്തിട്ടുള്ളത്. മനോഹരമായ കവിത, പ്രേമസംഗീതം. അങ്ങനെ ഞാൻ പറയാൻ കാര്യം, ഓരോ കവികളും ഓരോ ദർശനങ്ങളാണ് തരുന്നത്. എന്തിനാണ് ഈ ദർശനം തരുന്നത്? നമുക്ക് ജീവിക്കാൻ ഒരു ഉപാധിയായി, ഒരു പാതയായി തരുന്നു അല്ലേ? നമുക്കൊരു പാത ഒരുക്കി തന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? സ്വന്തം അമ്മയും അച്ഛനും നമുക്ക് തരുന്ന ആ സ്നേഹം, ഗുരുക്കന്മാർ തരുന്ന സ്നേഹം, അധ്യാപകർ തരുന്ന സ്നേഹം, അവർക്ക് എന്തിനാണ് ഈ സ്നേഹം തരുന്നത്? അവരെന്തിനാണ് ഈ പാത നമുക്ക് ഒരുക്കുന്നത്? സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നന്മയുടെയും സൗഹൃദത്തിൻ്റെയും ഇതെല്ലാം കൂടെ കൂട്ടിയിളക്കി ലോകത്തിന് നമ്മൾ അടങ്ങിയിരിക്കുന്നൊരു വ്യക്തിത്വം. വിദ്യാർത്ഥികളായ നിങ്ങൾക്കൊരു വ്യക്തിത്വ നിർമ്മാണം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ആ വ്യക്തിത്വ നിർമ്മാണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രചോദനം, അതും ഭാഷയിൽ അധിഷ്ഠിതമായ, മറ്റെല്ലാ ഭാഷയും സ്നേഹിക്കുന്നത് പോലെ ഈ ഒരു ഭാഷയിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത ആയതുകൊണ്ട് ഇതിൻ്റെ ആശയങ്ങൾ നാം എപ്പോഴും ഉൾക്കരുത്തായി എടുക്കേണ്ടത് ഉണ്ട്. നമുക്ക് വേറൊരു കവിതയിലേക്ക് പോകാം. പ്രശസ്തനായ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുമാരനാശാൻ, നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ മലയാളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്ത. അദ്ദേഹം പ്രകൃതിയെ വളരെയേറെ സ്നേഹിച്ചിരുന്നു, ബന്ധങ്ങളെ വളരെയേറെ ഉൾക്കൊണ്ടിരുന്നു. മഹാകവി കുമാരനാശാൻ്റെ ഓരോ കൃതിയും നമുക്ക് ഒരു പ്രേരണയാണ്. വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഓരോ വശവും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു നിത്യമായ, ഒരു സർഗാത്മകമായ ഒരു പ്രചോദനം തരുന്നു. ആ ഒരു മനോഹരമായ കവിത കുട്ടിയും തള്ളയും, അമൃത അത് മനോഹരമായി ആലപിക്കും. കുട്ടിയും തള്ളയും, കുമാരനാശാന്റെ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലെങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കുമേലെങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ. അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾക്കൊല്ല എന്നോമലുണ്ണി. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾക്കൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ, പിച്ച നടന്നു കളിപ്പൂ നീ. ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. എല്ലാം ഓമനെ
ദേവസങ്കൽപ്പം. ബന്ധങ്ങളുടെ മാസ്മരികമായ സ്വഭാവമാണ് കവി ശ്രേഷ്ഠൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാകുന്നില്ല. ബന്ധങ്ങൾ എന്നും സ്നേഹത്തിൻ്റെ പ്രതീകമാകുന്നു. മഹാകവി ഉള്ളൂരിൻ്റെ ആശയം ചെറുതല്ല. അദ്ദേഹം കൊടുത്ത ഈ ഒരു കവിത്വത്തിൻ്റെ ആ സത്ത വളരെ പ്രസക്തമാണ്. ആ കവിത്വത്തിൻ്റെ പ്രസക്തമായ ആ ആശയമാണ് നമ്മളെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചലനാത്മകത വേണം, അല്ലേ? നമ്മൾ ഒരു മനുഷ്യൻ എന്ന ഒരു വിദ്യാർത്ഥി എന്നല്ല, നമ്മൾ പഠിക്കുന്നു. ഓരോ കാര്യം നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നു, അല്ലേ? ഓരോ കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് ആ ഒരു ചേതനയാണ്, അറിവാണ് പിന്നെയും അടുത്ത പഠനത്തിലേക്ക് നമ്മൾ മുന്നിടുന്നത്. അപ്പം അവിടെയാണ് കവിത്വത്തിൻ്റെ ദർശനം വരുന്നത്. അങ്ങനെ മലയാളത്തിൻ്റെ ശോഭനമായ ആ ഒരു സംസ്കൃതിയിൽ ലഭിച്ച കവികളുടെ കൂട്ടത്തന്നെ കനകച്ചിലങ്കി അണിയിച്ച ഒരു കവിതാശലകം നമുക്കുണ്ട്, അല്ലേ? മലയാളത്തെ കനകച്ചിലങ്കി അണിയിച്ച ആരാണ്? മഹാകവി ചങ്ങമ്പുഴ. മഹാകവി ചങ്ങമ്പുഴയുടെ ആ ഒരു പ്രസക്തമായ ഒരു കാവ്യ ദർശനം നമ്മളെ കോൾമയിർ കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു സങ്കല്പം ഒരു ആലങ്കാരികമായ ഒരു ശോഭയിൽ കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചേതന ഉണർത്തിയിട്ടുണ്ട്. ആ ചേതനയാണ് നമ്മളെ ആ കാവ്യാലങ്കാര വിഭൂഷമായ ആ സംസ്കൃതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കനകച്ചിലങ്കി അണിച്ച ആ മലയാളത്തെ നമുക്ക് ഒന്ന് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചൊല്ലാം. കനകച്ചിലങ്ക കിലുങ്ങിക്കിലുങ്ങി. മലയാളത്തിനെ ഒരിക്കലും മറക്കാത്ത ആ പ്രസിദ്ധമായ ആ കവിയുടെ മാസ്മരികമായ തൂലികയിൽ നിന്ന് വന്ന ആ ചേതന നമുക്കിവിടെ ഉണർത്താം. ഐശ്വര്യ കനകച്ചിലങ്ക. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരു തീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ഒഴുകുമുടയാടകളിൽ ഒലിയലകൾ ചിന്നി അഴകോടുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുന്നിൽ വന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും, ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി. അതിധന്യകളുടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തല മുന്നിൽ സ്പന്ദിക്കും മാമധുര സ്വരവീച്ചികൾ തന്നിൽ. താലം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമര താരുകൾ പോൽ തത്തിലയ ഭംഗി സതത ശുഭ സുഭതന നിറപറ വെച്ചു ഋതുശോഭക നിൻ മുന്നിൽ താലം പീഡിച്ചു. തങ്കത്തരിവളയിലകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി സുരഭില മൃഗമത തിലകിത ഭാലം സുമസമ സുലളിത മൃദുലക പോലം. നളിനദള മോഹന നയന വിലാസം നവകുന്ദ സുമസുന്ദര വരമന്ദഹാസം ഘനനീല വിപിന സമാന സുഗീഷം കുനുകുന്തല വലയാങ്കിത കർണാന്തിക ദേശം. കവരുന്നു കവിതേ തവ നൃത്തരംഗം കാപാലികനെങ്കിലും എന്നന്തരംഗം തവ ചരണ ചലനകൃത രണിതരഥരംഗണം തന്നോരനുഭൂതി തൻ ലയന വിമാനം. ഇടവിടാ തടവികളും ഗുഹകളും ശ്രുതി കൊട്ടിയ ജഡതൻ ജ്വരജൽപ്പനമയമായ മായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലരുകൾ മലയാള കവിതേ നിൻ മുന്നിൽ. നിർനിമേഷക്ഷനായി നിൽപ്പതഹോ ഞാനിതം നിർനർത്തനമെന്തത്ഭുതമന്ത്ര
സുപ്രഭാതം കണ്ടു നിൻ കൺകോണുകൾ ഉലയവേ കരിവരി വണ്ടുലയും ചെണ്ടുലയും വനികകൾ ഞാൻ. ലളിതേ നിൻ കൈവിരലുകൾ ഇളകവേ കണ്ടു ഞാൻ കിളിപാറും മരതക മരനിരകൾ കനകോജ്വല ദീപശിഖാരേ കാവലിയാളെ കമനീയ കലാദേവത കണിവച്ചതുപോലെ. അഞ്ചിക്കുഴഞ്ഞാഴിഞ്ഞാടു ഗുണമിലിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും മാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെന്നെ തഴുകട്ടെ പെരുമയും പേരും പോവുന്നു നീ നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവുന്നു നീ നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി. പോവല്ലേ 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 ദേവി. മലയാളത്തെ കനകച്ചിലങ്കി അണിച്ച് ഈ മഹാഭാഷ, ഈ മഹാപൈതൃകം, ഈ ആടി ഉലഞ്ഞ ഈ പ്രകൃതി നമ്മളെ വിട്ടു പിരിഞ്ഞു പോകല്ലേ എന്നാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് മലയാള ഭാഷയുടെ ഒരു പ്രതീകം എന്നാണ് മഹാകവി ഇവിടെ നമുക്ക് കനകച്ചിലങ്കി ഒരു താളമല്ലേ, ആ താളത്തിൽ അധിഷ്ഠിതമായ ഒരു രൂപമല്ലേ, അതിലത് അടങ്ങിയിരിക്കുന്ന ഒരു സൗന്ദര്യമല്ലേ. ഇത് പോകല്ലേ എന്നാണ് ഇവിടെ കവിയുടെ പ്രതിപാദ്യം. ഇങ്ങനെ മനോഹരമായ സൃഷ്ടിപ്പതി, ഇത് മലയാളം ഉള്ളിടത്തോളം കാലം മലയാളത്തെക്കുറിച്ച് എഴുതിയ ഇതുപോലൊരു ശ്രേഷ്ഠമായ കവിത വളരെ അപൂർവമാണ്. ഇത്രയും മനോഹരമാണ് ചങ്ങമ്പുഴയുടെ ഈ കാവ്യ നർത്തകി. മലയാളം ഉള്ളിടത്തോളം കാലം കാവ്യ നർത്തകി ഉണ്ടാകും. കവിതയാണ് തുളുമ്പുന്നത്, പ്രകൃതി കവിതയാണ്, മലയാളം കവിതയാണ്, തുളുമ്പുന്ന കവിത. അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്, രൂപമുണ്ട്, എല്ലാമുണ്ട്. ഇതേ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതാണ് മലയാള ഭാഷ. നാം പഠിക്കുകയും മലയാളത്തിൻ്റെ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുകയും മലയാളത്തിൽ തരുന്ന തനിമ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സത്തയിൽ അതൊരു വ്യാപാരമാകാതെ ജീവിതത്തിൻ്റെ ധന്യമായ രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് കവി ശ്രേഷ്ഠൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെ മഹത്തായ ആശയങ്ങൾ മലയാളത്തിലുണ്ട്, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വായനാശീലം നമുക്ക് എങ്ങനെയാണ് വളർത്താൻ കഴിയുന്നത്? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് വായന എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏതൊരു കാര്യവും അറിവിൻ്റെ ഒരു മേഖലയിലേക്ക് പോകണമെങ്കിൽ നാം അറിവ് സമ്പാദിക്കാതിരിക്കാൻ പറ്റത്തില്ല. മഹാകവി, നമുക്ക് പ്രശസ്തനായ കവിയുണ്ട്, കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുണ്ട്, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എത്ര മനോഹരമാണ് അല്ലേ? വായിക്കാതെ വളർന്നാൽ വളയും. അറിവില്ലെങ്കിൽ എന്ത് പറ്റും? അറിവില്ലെങ്കിൽ നമ്മൾ വളഞ്ഞു പോകും. അറിവുകൊണ്ട് നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. ലളിതമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മഹാശ്രേഷ്ഠനാണ് കുഞ്ഞുണ്ണി മാഷ്. അതാണ് വായനയെക്കുറിച്ച് ഇത്രയും പ്രസക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ വായിക്കുന്നത് എങ്ങനെ എന്നുള്ളത് രണ്ട് രീതിയിലുള്ള വായനയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പല അധ്യായങ്ങൾ പറഞ്ഞു, ശ്രവ്യവായനയുണ്ട്, മൗനവായനയുണ്ട്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉറക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചാരണ ശുദ്ധിയും നിങ്ങൾ എന്താണ് പറയുന്നത് കേൾക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതിൽ തെറ്റിതിരുത്താനും ഒക്കെ സാധിക്കും. അങ്ങനെ വായനാശീലം നന്നായിട്ട് വളർത്താൻ തെറ്റിതിരുത്തി ആ അക്ഷരശുദ്ധി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പോണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് ആ വായനയുടെ പരിക്രമം നമുക്കുണ്ടാവും. അങ്ങനെ പിന്നെ മൗനവായന ഈ പഠനത്തിന് ശേഷം ഒരു പരിധി വിട്ടതിന് ശേഷം പഠനത്തിൻ്റെ രൂപാന്തരം നമ്മൾ ഉൾക്കൊണ്ട ശേഷം പിന്നെ മൗനവായനയാകാം. പക്ഷേ തികച്ചും നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ ഉറക്കെ വായിച്ച് എടുക്കുന്നത് ശീലം. ഇപ്പോൾ ഈ പദ്യശകലം തന്നെ നമ്മൾ ആലപിച്ചു. ഈ പദ്യശകലം തന്നെ ഉറക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ താളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ പഠിക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും പ്രസക്തമായ ഒരു രീതിയിലാണ് നാം വായനയെ കണ്ടെത്തേണ്ടത്. ആ വായനയുടെ പരിക്രമം നാം മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് മനോഹരമായ ഒരു കവിത. നിങ്ങൾ വൈലോപ്പിള്ളിയെ പറ്റി കേട്ടണം ഇല്ലേ? കേട്ടുണ്ടോ? വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കൃതി ഏതാണ്? വളരെ പ്രശസ്തം. നമ്മുടെ കണ്ണൊക്കെ ഈറിനണിക്കും.
അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു വിഷാദമായ ഒരു ചായ്വ്. മാമ്പഴം, നമുക്ക് മാമ്പഴം ഒന്ന് കേട്ടാലോ? വയലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന മലയാളത്തിൻ്റെ ശ്രേഷ്ഠനായ കവിയുടെ മാമ്പഴം. ഗൗരി. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലമ്മളർ ചെണ്ടുന്നൊടിച്ചാളാതിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി. കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൻപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പോകി. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. തൻ മകനമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മറ്റാർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. വാസന്ത മഹോത്സവമാണവർക്ക്. എന്നാൽ അവൾക്കാഹന്ത കണ്ണീരിനാലന്ധമാം വർഷാകാലം. പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ടു തൻ ദുരിതഫലം പോലുള്ള പഴം വെറുതെ എടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായി ഏവം ചൊന്നാൾ. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായ്ക്കുണ്ണുവാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭാവിച്ചു നീ പോയതെങ്കിൽ
എങ്കിലും കുഞ്ഞെ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ? വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരിൻ കണ്ണനെ സരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ. ഒരു തൈ കുളിർ കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. മനോഹരമായ കൃതി. ആ കൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ അറിവുകൾ നമുക്ക് ഈ അറിവിൻ്റെ ഒരു വിഷമ ഉള്ള അവസ്ഥയാണ് ഇവിടെ, ഒരു മനുഷ്യൻ്റെ വികാരത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരുന്നത്. മാമ്പഴത്തിലൂടെ വൈലോപ്പള്ളിയുടെ അമ്മയുടെ ആ ഒരു വിഷമം, ആ കുഞ്ഞിൻ്റെ ആ മരണത്തിന് ശേഷം അമ്മയ്ക്കുണ്ടായ അതൊരിക്കലും നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും അസ്തമിക്കാത്തൊരു ശോകമായി മാറുന്ന ഒരു കവിതയാണ്. എല്ലാം പ്രിയപ്പെട്ട ഒരു കവിതയാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിൻ്റെ താരാട്ട് പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കൃതികളുണ്ട്. കേട്ട് കാണും. ഓമനത്തിങ്കൾ കിടാവോ മലയാളിക്ക് കൊടുക്കുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ ഒരു പൂർണ്ണത. അതിൽ തന്നെ മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ കുഞ്ഞുറങ്ങു എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്. താരാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കത് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഈ കാണുന്ന എല്ലാവർക്കും ഒന്നിച്ചൊരു സമർപ്പണമായി ചൊല്ലാൻ നമുക്കൊന്ന്. എൻ കുഞ്ഞുറങ്ങു ആരാണ് എഴുതിയെന്ന് അറിയാമല്ലോ? വള്ളത്തോൾ. മഹാകവി വള്ളത്തോളിൻ്റെ ആ ഒരു പ്രശസ്തമായ കൃതി നമുക്കിവിടെ അവതരിപ്പിക്കാം. എൻ കുഞ്ഞുറങ്ങു. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷമിന്നത്തെ കാളുമിണങ്ങിയുണർന്നെണിപ്പാൻ. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷമിന്നത്തെ കാളുമിണങ്ങിയുണർന്നെണിപ്പാൻ. എല്ലാവർക്കും നിദ്ര തന്നംഗത്തിൽ വിശ്രമിച്ചുല്ലാസം കൊള്ളുവാൻ കാലമായി. വെള്ളിച്ചാലുത്തു വിളങ്ങും നീലാവിത വെള്ളക്കിടക്ക വിരിച്ചു നീളേ. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷമിന്നത്തെ കാളുമിണങ്ങിയുണർന്നെണിപ്പാൻ. മാന്തളിർ തിന്നു മതിച്ചോരിളം കുയിൽ പൂന്തേൻ കുഴമ്പാൽ നിൻ കർണയുഗ്മം. പാടെ നിറപ്പാനായി തൻകള നാളത്താൽ ഓടക്കുഴലിടയ്ക്കൂതിടുന്നു. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷമിന്നത്തെ കാളുമിണങ്ങിയുണർന്നെണിപ്പാൻ. സ്വച്ഛ സമീരനെന്നോ മനക്കുട്ടന്റെ നല്ല ചെങ്കുറുന്നോളി മെയ്തലോടാൻ. പിച്ചകമുല്ലപ്പൂ തൊങ്കൽ ചലിപ്പിച്ചു പിച്ച നടന്നിതാ വന്നിടുന്നു. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷമിന്നത്തെ കാളുമിണങ്ങിയുണർന്നെണിപ്പാൻ. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെൻ കുഞ്ഞുറങ്ങിക്കൊള്ളുകെന്റെ തങ്കം. മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തിൻ്റെ പൂർണ്ണമായ ഈ കവിത്വശകലം
ഈ കേൾക്കുന്ന എല്ലാവർക്കും സമർപ്പിച്ചുകൊള്ളട്ടെ. കേരളപ്പിറവി ദിനമായ നമുക്ക് വരുന്ന 2 ദിവസം കഴിഞ്ഞ് വരുന്ന മഹത്തായ കേരളീയ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൽ അധിഷ്ഠിതമായ മലയാളത്തിൻ്റെ സൗരഭ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യപരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ മലയാളത്തിൻ്റെ സൗകുമാര്യം നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും പ്രശോഭിക്കട്ടെ. നാളെയും ഈ ഒരു ഭാഷയുടെ ചൈതന്യം എല്ലാവർക്കും ഒരു സുഗന്ധമായി, ഒരു വിസ്മയമായി പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.